നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലൈംഗിക ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒക്കെ ഒടുവിലായി 38 ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കുട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ എത്തിയിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ പ്രതിഷേധങ്ങൾ കൊണ്ട് രാഹുലിനെ തളർത്താമെന്ന് കരുതിയെങ്കിൽ നടന്നതൊക്കെ മറ്റൊന്നായിരുന്നു. കാരണം പ്രതിഷേധിക്കാൻ എത്തിയവരൊക്കെ കണ്ടം വഴി ഓടുന്നൊരു കാഴ്ച. പക്ഷേ എങ്കിലും ചിലരൊക്കെ ഒരു പ്രതിഷേധ സൂചകമായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ രാഹുൽ മാങ്കുട്ടത്തിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ NN കൃഷ്ണദാസൊക്കെ രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് രാഹുൽ വെറും അശ്ലീലമാണ് എന്ന തരത്തിലൊക്കെയാണ് തരം താഴ്ത്താൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. എന്തൊക്കെയാണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? ഇതിപ്പോ പറയുന്നത് ലൈംഗിക ആരോപണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിലാണല്ലോ. രാഹുൽ മാങ്കുട്ടത്തിൽ തിരിച്ചു വരും, അല്ലെങ്കിൽ തിരിച്ച് ഇത്രയും പെട്ടെന്ന് വരും എന്ന് പ്രതീക്ഷിക്കാത്ത ആളുകളാണ് ഇവിടെയുള്ളത്. ഇവിടെ ഇപ്പൊ ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് രാഹുലും അതുപോലെ തന്നെ കോൺഗ്രസും ഒരേ രീതിയിൽ അശ്ലീലമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണദാസ് അവരെയൊക്കെ ദുർഗന്ധം എന്നുള്ള രീതിയിൽ പരാമർശിച്ചിരിക്കുന്നത്. ഇവർ ഈ പറയുന്ന പരാമർശങ്ങളൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നത് വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു സമയമാണ് ഇത്. അതായത് ഒരു സ്ത്രീ അല്ലെങ്കിൽ 2-3 സ്ത്രീകൾ ഒരുമിച്ച് വന്ന് ഒരാൾക്കെതിരെ ലൈംഗിക പരാതി ഉന്നയിക്കുന്നു. പരാതിയല്ല, ആരോപണം ഉന്നയിക്കുന്നു. യാതൊരു തെളിവില്ല, യാതൊരു പരാതിയുമില്ല, പോലീസിന്റെ മുന്നിലേക്ക് പോകാൻ ധൈര്യമില്ല, അല്ലെങ്കിൽ പോകുന്നില്ല. മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് 1-2 ദിവസം ഒരാളെ ചിത്രവധനം ചെയ്തിട്ട് അങ്ങോട്ട് പോയി 2 സ്ത്രീകൾ. ഇപ്പൊ നമ്മളും സ്ത്രീകളാണ്, പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ഒരാൾക്കൊരു പരാതി ഉണ്ടെങ്കിൽ, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ എന്ത് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ രാഹുൽ മാങ്കുട്ടത്തിന്റെ കാര്യത്തില് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പരാതി നൽകിയിട്ടുള്ള സ്ത്രീകൾക്ക് നിയമപരമായിട്ടൊരു പരാതിയിലേക്ക് പോകാനുള്ള താല്പര്യമില്ല. അതെന്തുകൊണ്ടാണ് താല്പര്യമില്ല എന്ന് തന്നെയാണ് ഇവിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പൂർണ്ണ പിന്തുണ ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇപ്പോ VD സതീഷിനെ പോലെ പ്രതിപക്ഷ നേതാവും ചില കോൺഗ്രസ് പ്രവർത്തകരും രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തണം എന്നാണ് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും ആ പരാതിക്കാരുടെ പരാതിയെ മാനിച്ചിട്ടാണ്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണ് എന്നതുകൊണ്ടല്ല VD സതീശൻ അങ്ങനെ ഒരു നടപടി എടുത്തത്. പക്ഷെ VD സതീശൻ അങ്ങനെ ഒരു നടപടി എടുത്തോടുകൂടെ ഈ എതിർപക്ഷത്തുള്ള പാർട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരുടെ വിചാരം രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി ഒരു തിരിച്ചു വരവുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അതൊന്നുമല്ല ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ കർത്തവ്യം എന്താണോ അത് പൂർത്തീകരിച്ചിട്ടേ പോകൂ എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം, അതായത് വെറും 38 ദിവസം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു വിവാദത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള രീതിയിൽ നിന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം സ്വന്തം മണ്ഡലത്തിൽ വരുന്നു. ആ സ്വന്തം മണ്ഡലത്തിൽ എത്തിയ സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു സ്വീകരണമുണ്ട്. ഇദ്ദേഹം ആയിരുന്നു ശരിക്കും തെറ്റുകാരനെങ്കിൽ, ശരിക്കും ജനങ്ങൾ ഇപ്പം എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ പോകില്ല. ഇപ്പം ജയ് വിളിക്കാൻ പോയിട്ടില്ലെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പോകാതിരിക്കുക എന്നുള്ളതാണ് ജനങ്ങൾ എടുക്കുന്ന തീരുമാനം. പക്ഷെ രാഹുൽ മാങ്കൂട്ടം അവിടെ എത്തിയപ്പോൾ മുതൽ രാഹുലിനെ കാത്തു നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകളാണ് എന്നുള്ളതാണ്. ഇപ്പോ ഈ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഇപ്പോ ഒരു സ്ത്രീകൾ തന്നെയാണല്ലോ വിക്ടിം എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ അതേ വിഭാഗത്തിലെ കുറെ ആളുകളാണ് രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് എന്ന് പറയുമ്പോഴാണ് രാഹുൽ അവിടെ കുറ്റക്കാരനല്ല എന്ന തരത്തിലുള്ള ധ്വനി വരുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ പ്രതിഷേധങ്ങളൊക്കെ നടന്നോട്ടെ, ഞാൻ അതിനെ സ്വീകരിക്കുകയാണ്. കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ഭരണം നടക്കുമ്പോൾ അത് തെറ്റാണെങ്കിൽ ചൂണ്ടിക്കാണിക്കുള്ള അവകാശം ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു സാധാരണപ്പെട്ട ആളുകൾക്കുണ്ട്. അപ്പോൾ ഞാനും ഇതുപോലെ ഒരുപാട് സമരങ്ങൾ ചെയ്ത ആളാണ്. എനിക്കും അതുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അതിനെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് മാത്രമാണ്. എന്ന് വെച്ച് അതിന്റെ അർത്ഥം ഞാൻ തെറ്റുകാരനാണ് എന്നല്ല. പക്ഷേ ഈ ഒരു കൂട്ടർ ആരോപിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ആരോപണങ്ങളോ ചിലപ്പോൾ വസ്തുതകളോ ഒക്കെ ആണെങ്കിൽ അത് രാഹുലിനെ നിഷേധിക്കാം. പക്ഷെ ഇതുവരെ ഈ ആരോപണങ്ങളൊന്നും രാഹുൽ സമൂഹത്തിന് മുന്നിൽ നിഷേധിച്ചിട്ടില്ല. രാഹുൽ അതിനെ ഒരു കൃത്യമായിട്ടുള്ള രീതിയിലാണ് കൈകാര്യം ചെയ്തു വരുന്നത്. നമ്മളിപ്പോ ഈ പറയുന്ന സ്ഥാനത്ത് രാഹുല് മാധ്യമങ്ങളോട് പറയാണ് ഞാൻ തെറ്റുകാരനല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് വെളിപ്പെടുത്താണ്. എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് മാധ്യമങ്ങൾ അടുത്ത കാര്യം ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വാക്കുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ വാക്കുകൊണ്ട് മാത്രം താൻ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, തെളിവില്ല, അതുകൊണ്ട് രാഹുൽ തന്നെയാണ് കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾ അദ്ദേഹത്തിനെ വീണ്ടും ആക്രമിക്കില്ലേ? അതിലും നല്ലത് ഈ പറയുന്നത് പോലെ അന്വേഷണം നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വഴിയെ തിരിച്ച് പറഞ്ഞിരിക്കുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വീണ്ടും ഇതേ വിഷയം ചോദിച്ചിരുന്നു. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് എനിക്ക് ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്, വിശദമായിട്ട് തന്നെ സംസാരിക്കും. പക്ഷേ അതിന് ഞാൻ തീരുമാനിച്ചൊരു സമയമുണ്ട്, അല്ലെങ്കിൽ എനിക്ക്
അത് പറയേണ്ട സമയമാണ് എന്ന് തോന്നുമ്പോൾ ഞാൻ പറയുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം ഇപ്പൊ അദ്ദേഹം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയല്ല, ശരിക്കും ഇതിനൊരു മറുപടി എന്തായാലും ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വിശ്വസിച്ച് വോട്ട് നൽകിയിട്ടുള്ള ആളുകൾക്ക്, ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നിയമസഭയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് എത്തുന്നതും ഈ പറയുന്നത് പോലെ ഒരുപാട് ആളുകൾ സ്വീകരിക്കുന്നതും. അവിടെ നിന്ന് കുറെ ആളുകൾ ഈ ജയ് വിളിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, രാഹുലെ നിന്റെ അടുത്തേക്ക് ആരും വരില്ല, ഞങ്ങളൊക്കെ ഇവിടെ പിന്നെ എന്തിനായിരിക്കുന്നതെന്ന്. കാരണം അയാളിൽ ഉണ്ടായിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾ അങ്ങനെ പ്രതികരിക്കുന്നത്. ഇനി ഈ പറയുന്നത് പോലെ ലൈംഗികാരോപണം എന്ന് പറയുന്നതും ആ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കൊരു ഏറ്റവും വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഒരു വിഷയം, ഇപ്പൊ നമ്മൾ വേടന്റെ കാര്യം തന്നെ എടുത്തു നോക്കാം. വേടൻ ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള ഒരു സ്റ്റേജിൽ എത്തിയ സമയത്താണ് വേടനെതിരെ ലൈംഗികാരോപണം ഉണ്ടാകുന്നത്. അതും ഒന്നല്ല 5ഓളം തവണ തന്നെ പീഡിപ്പിച്ചു എന്ന തരത്തിലാണ് പരാതി. അത് നിയമപരമായിട്ട് കൊടുത്ത പരാതിയാണ്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, ഒരാളിപ്പം ഒരു തീയിൽ തൊട്ടും അറിയാതെ തൊട്ടപ്പോ കൈ പൊള്ളി, അതൊരു തവണയല്ലേ പൊള്ളുള്ളൂ, പിന്നെ വീണ്ടും വീണ്ടും പോകത്തില്ലല്ലോ തീയിൽ തൊടാൻ, അത് തൊട്ടാ പൊള്ളും എന്നറിയാം. അതുപോലെ തന്നെയാണ് ഈ ലൈംഗികാരോപണം എന്ന് പറയുന്നത്. പലയിടങ്ങളിലും പല സമയത്ത് തന്നെ ലൈംഗികപരമായിട്ട് ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ തവണ മുതൽ നമ്മളും കൂടെ സമ്മതിച്ചിട്ടാണ് അവരത് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ കോൺഗ്രസ് പണ്ടത്തെ രീതിയിൽ നിന്ന് ഇപ്പോൾ കോൺഗ്രസിനൊക്കെ പ്രതികരിക്കാനാണെങ്കിലും മറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ മറുപടി പറയാനാണെങ്കിലും നേതാക്കന്മാർക്കൊരു പിൻവലിയലുള്ള സാഹചര്യമാണ്. പക്ഷേ കോൺഗ്രസിനെ അതിന്റെ രീതിയിലേക്ക്, പണ്ടത്തെ രീതിയിലേക്ക് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ യുവജന നേതാക്കളുടെ നേതാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ നടത്തിയിട്ടുള്ള സമരങ്ങളും അദ്ദേഹത്തിന്റെ ആ ചുറുചുറുക്കും അതൊക്കെ തന്നെയാണല്ലോ ഈ മണ്ഡലത്തിൽ അദ്ദേഹം വിജയിക്കാനുള്ള കാരണം. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസിന് ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള ഒരു സമയം എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുക, അയാളെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഗൂഢലക്ഷ്യത്തിന്റെ പിന്നിൽ എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ അങ്ങനെ വിശ്വസിക്കേണ്ടി വരും. ഇന്നിപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2-3 പ്രായമായിട്ടുള്ള സ്ത്രീകളുടെ ഫോൺ കോളുകളൊക്കെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ യൂട്യൂബിലൊക്കെ അവർ പറയുന്നത് കോൺഗ്രസിൽ ഇപ്പോ ശക്തമായിട്ട് വരുന്ന ചില നേതാക്കന്മാരിൽ ഒരാൾ, ഇപ്പോൾ ഷാഫി പറമ്പിലിനെ പോലെയുള്ള ഒരുപാട് യുവജന നേതാക്കളുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെ വളർന്നു വരുന്ന സമയത്ത് അവർക്ക് അവസരം കൊടുത്ത് ഇവിടെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് അവരെ തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ശരിക്കും ആ കുട്ടിയോടൊന്നും അങ്ങനെ ചെയ്യരുത് എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെയാണ് ഈ പറയുന്ന സ്ത്രീകളൊക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാഹുൽ ഒരു വൃത്തികെട്ട അല്ലെങ്കിൽ ദുർഗന്ധം വമിക്കുന്ന ഒരാളാണ് എന്നൊക്കെ പറയുന്നത് ഈ ലൈംഗിക ആരോപണത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് ശരിക്കും വെറുതെ ഒരു എന്തായാലും ഒരു വിവാദമുണ്ട്, അതിന്റെ പേരിൽ അടിച്ചമർത്തുക, കിട്ടിയ അവസരം മുതലെടുക്കുക എന്നുള്ള രീതിയിൽ ഓരോരുത്തരും അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഈ കൃഷ്ണദാസ് പറയുന്നത് നിഘണ്ടുവിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വിശേഷിപ്പിക്കാൻ വൃത്തികെട്ടവൻ എന്ന വാക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ പരാമർശിച്ചിരിക്കുന്നത്. കാരണം ദുർഗന്ധമാണ്, ഇത് അസഹനീയമാകുമ്പോൾ ജനങ്ങൾ തന്നെ പുറന്തള്ളുമെന്നൊക്കെ തരത്തിലാണ് ആരോപിക്കുന്നത്. അതായത് വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ തളർത്താൻ ശ്രമിക്കുകയാണ്. പ്രവൃത്തി കൊണ്ട് തളർത്താൻ നോക്കി അത് നടക്കാതെ വന്നപ്പോൾ വാക്കുകൾ കൊണ്ട് ഒരു യുദ്ധം എടുക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജനങ്ങളൊക്കെ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം എന്തൊക്കെയാണ് ആ ഒരു പാലക്കാടിന് വേണ്ടി ചെയ്തിട്ടുള്ളത്, ആ മണ്ഡലത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്, ആ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അദ്ദേഹം എന്ത് ചെയ്തോ തിരിച്ച് ആ ജനങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ വിഷയത്തിൽ തന്നെ ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു പരാമർശം നടത്തും, അതായത് ദുർഗന്ധമാണ്, അസഹനീയമാണ്, ജനങ്ങൾ പുറന്തള്ളും എന്നൊക്കെ പറഞ്ഞൊരു പരാമർശം നടത്തുമ്പോൾ കഴിഞ്ഞ ദിവസം ജനങ്ങൾ ഏത് രീതിയിലാണ് പ്രതികരിച്ചത് എന്നത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ പറയുന്ന ഡിവൈഎഫ്ഐ ആണെങ്കിലും BJP ആണെങ്കിലും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായിട്ട് പാലക്കാട് തുടരുകയാണ് എങ്കിൽ ഒരു കാരണവശാലും രാഹുലിനെ പാലക്കാടോ അദ്ദേഹത്തിന്റെ MLA ഓഫീസിലോ കാലുകുത്താൻ സമ്മതിക്കില്ല. ഏത് വിധേനയും പ്രതിഷേധം ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ പ്രതികരിക്കുമെന്നാണ് BJPയും DYFIയും SFI പോലുള്ള എല്ലാ രാഷ്ട്രീയ സംഘടനകളും പറഞ്ഞത്. പക്ഷേ ഉണ്ടായത് എന്താ? കഴിഞ്ഞ ദിവസം സത്യം പറയുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തില് അദ്ദേഹത്തിന്റെ MLA ഓഫീസിൽ എത്തുന്ന സമയത്ത് പ്രതിഷേധത്തിന് ഒരു പേരിന് പോലും ഒരു BJPയോ അല്ലെങ്കിൽ DYFIയോ അല്ലെങ്കിൽ CPMലെ പ്രവർത്തകരോ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല.
പ്രതിഷേധിക്കാൻ പോലും മടിയാകുന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ ആ പ്രതിഷേധക്കാർക്ക് പോലും അറിയാം ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ വിഡ്ഢിത്തമാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ പിൻവലിയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തുമ്പോൾ ഒരു മൈക്ക് കിട്ടുമ്പോൾ 2-3 വാക്ക് പറഞ്ഞ് അവരെ അപഹസിക്കാം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വിഷയമല്ല. തന്റെ നിലപാട് എന്താണോ അത് താൻ തുടരുക ചെയ്യും. തനിക്ക് തന്നിട്ടുള്ള കർത്തവ്യങ്ങൾ അത് തുടരുക എന്നുള്ളതാണ് തന്റെ തീരുമാനം. ഈ ഡിവൈഎഫ്ഐ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് വിളംബരമൊക്കെ ഉണ്ടായിരുന്നു. അതായത് മാന്യമഹാജനങ്ങളെ, അമ്മ പെങ്ങന്മാരെ, ഗർഭിണികളെ, ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളെ, പെൺകുട്ടികളെ മണ്ഡലത്തിൽ MLA എത്തിയിട്ടുണ്ട്, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു വിളംബരമൊക്കെ സംഘടിപ്പിച്ചത്. വിളംബരം അവരിപ്പോ വിളംബരം സംഘടിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പ്രധാന വിഷയം എന്ന് പറയുമ്പോൾ അവർ പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷെ ഇതേ പ്രതിഷേധം എന്തുകൊണ്ട് അവരുടെ നേതാക്കന്മാര് ഇപ്പൊ മുകേഷിനെയൊക്കെ സംബന്ധിച്ച് ഇതേപോലെയുള്ള ലൈംഗിക ആരോപണ പരാതികളൊക്കെ ഉയർന്നിരുന്നു. അന്നും ഇവരുടെ കണ്ണിൽ ഇപ്പൊ ഇതൊരു തെറ്റാണെങ്കിൽ അന്നത്തതും മുകേഷിന്റെ വിഷയത്തിലും തെറ്റ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അന്നൊന്നും കാണാത്ത തെറ്റ് എന്തുകൊണ്ടാണ് ഇപ്പോ രാഹുലിന്റെ വിഷയത്തിൽ കാണുന്നത്? ഇത് ശരിക്കും രാഷ്ട്രീയമാണ്. ഇവരെ എങ്ങനെങ്കിലും താറടിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഇതിലുള്ളത്. പക്ഷെ എന്തായാലും ഇതൊന്നും വിലവെക്കാതെ തന്റെ നിലപാട്, തനിക്ക് ഉള്ള ഉത്തരവാദിത്വം അതുമായിട്ട് മുന്നോട്ട് പോകും. ഇനി പറയാനുള്ള കാര്യങ്ങൾ താൻ ഒരു ദിവസം എല്ലാവരോടും മാധ്യമങ്ങളെ അടക്കം മുൻനിർത്തിക്കൊണ്ട് പറയുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാകാൻ പോകുകയാണ് എന്ന് തന്നെയാണ് ഏറ്റവും അടുത്തു വരുന്ന റിപ്പോർട്ടുകൾ.